Once Upon a Time Season 4 Stand Up for Girls മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മുടെ പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത്. വൺസ് അപ്പോൺ എ ടൈമിനെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയുന്ന ഒരു വലിയ അസറ്റാണ്. ഇത്രയധികം നമ്മളെ ഷോയെ വളർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ ഒരു വലിയ പങ്കാളിത്തം കൊണ്ട് തന്നെയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറേ നല്ല ചിരി നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് സമയം കണ്ടെത്തിക്കൊണ്ട് ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയായി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരിച്ച് വിജയിക്കുന്നവർക്ക് സമ്മാനം നൽകുന്നത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് ആണ്. അപ്പൊ നമ്മുടെ എപ്പിസോഡിനെ കൂടുതൽ ഹാപ്പനിങ് ആക്കുവാനായിട്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ശ്രീ രമേശ് പിഷാരടി ആൻഡ് രചന നാരായണൻകുട്ടി. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. രണ്ടുപേരുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ജീവിതം അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഒരു എക്സ്ട്രാ എഫേർട്ട് എന്ന രീതിയിൽ നമ്മുടെ ലൈഫിനെ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഹാപ്പനിങ് ആക്കാൻ, സംഭവ ബഹുലമാക്കാൻ, കൂടുതൽ രസകരം ആക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? അല്ല, അതിനൊരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ ഹാപ്പിനെസ് എപ്പോഴും ഇപ്പൊ കൂടുതൽ എന്ന വാക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്ത് കിട്ടിയാലും അത് കൂടുതൽ കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷമാകുന്നുള്ളൊരു അവസ്ഥയുണ്ട് ശരിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ പോസിറ്റിവിറ്റിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇറ്റ്സെൽഫ് ഒരു നെഗറ്റിവിറ്റിയാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. അത് എന്താണെന്നറിയാമോ? നമ്മൾ നല്ല കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമല്ലോ. ചിലപ്പോ ഇതിന് മോശം കാലം വരുമ്പോഴായിരുന്നു ഇതായിരുന്നു നല്ല കാലവും നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. പ്രശ്നം പിടുത്തം കിട്ടിയോ? അങ്ങനെയല്ല ഞാൻ പറയണേ. പിന്നെ എന്താ കൂടുതൽ എന്ന് പറയുന്നത് ഒരു നെഗറ്റിവിറ്റി ആയിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളിപ്പോ കുറച്ച് കൂടുതൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ നമ്മളെ തന്നെ കെയർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. കൂടുതൽ സന്തോഷിക്കുക നിങ്ങൾ പറഞ്ഞല്ലോ. അവിടെ എത്തുമ്പോ കൂടുതൽ സന്തോഷിക്കുക, അവിടെ എത്തിയപ്പോ കൂടുതൽ സന്തോഷിക്കുക. ഇതിന് എൻഡില്ലല്ലോ. അപ്പൊ നമുക്ക് എല്ലാ സമയത്തും ഈ സന്തോഷമില്ലായ്മ ഉണ്ടാവുന്നേ. അടുത്ത കൂടുതലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാരണം എനിക്ക് സന്തോഷമില്ലായ്മയൊന്നുമില്ല. അല്ലെ, ചോദ്യത്തിന് ഉത്തരേ പറഞ്ഞത് അത്രേ പറഞ്ഞല്ലേ. എനിവേ, നമ്മുടെ ജഡ്ജസിന് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ സീറ്റ്സിലേക്ക് ക്ഷണിക്കുന്നു. യെസ് പ്ലീസ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ എപ്പിസോഡിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് വെരി ബ്യൂട്ടിഫുൾ ആക്ട്രസിനെ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ആക്ട്രസ് ശ്രവണ. Once upon a time, once upon a time, once upon a time, ooh ooh. Once upon a time, once upon a time, once upon a time, once upon a time. Okay, ശ്രവണ, സ്വാഗതം, ഹാർട്ടി വെൽക്കം. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ പറയാം, എന്ത് രസമുള്ള പേരാണ് അല്ലേ ശ്രവണ. ഭയങ്കര യുണീക്ക് ആണ്. വീട്ടിലെന്താ വിളിക്കുന്നത്? ശ്രവണ തന്നെയാണ്. അങ്ങനെയാണ് വിളിക്കുന്നത്. ഒരു പെട്ടെയും ഇല്ല? അമ്മു? ചെറുപ്പത്തിൽ ആസ് യൂഷ്വൽ അമ്മു എന്നൊക്കെ വിളിച്ചിരുന്നു. കുറച്ച് വലുതായപ്പോ ശ്രവണ മാറി. ഓ, പേര് മാത്രല്ല ചിരി കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ നേരിട്ട് കണ്ടത് ഇപ്പോഴല്ലേ. ഞാൻ കുറെ നാളായിട്ട് കാണുമ്പോ പറയണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം. യു ഹാവ് എ ലവ്ലി സ്മൈൽ. സോ മച്ച്. ശ്രവണ ഒരുപാട് പ്രത്യേകത ഉള്ളത്. ശ്രവണ ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള മുഖം അതേപോലെ തന്നെ വലുതായതേ ഉള്ളൂ. ചിലര് വലുതാകുമ്പോൾ മുഖം മാറുമല്ലോ. ഇതങ്ങനെയല്ല. ശ്രവണ പണ്ടോട്ട് ഇതേ മുഖം തന്നെ ഉള്ള ആളാണ്. ശ്രവണ ലാൽ ജോസ് സാറിന്റെ തട്ടിൻപുറത്ത് അച്യുതൻ എന്ന് പറയുന്ന സിനിമയിലാണ് നായികയായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ചത്. പിന്നെ ഇപ്പം ഈ ഇടയ്ക്ക് പുറത്തിറങ്ങിയ ഷാജുൻ കരിയൽ സാർ ഡയറക്ട് ചെയ്ത മൃദുഭാവേ ദൃഢകൃത്യ എന്ന് പറയുന്ന സിനിമയിലും ഹീറോയിനായിട്ട് അഭിനയിച്ചു. ഇനിയും ചിത്രങ്ങൾ വരാനുണ്ട്. ശ്രവണയെ പറ്റി ഇനിയും പറയുകയാണെങ്കിൽ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായക കൂട്ടുകെട്ടായിട്ടുള്ള അനിൽ ബാബു മാരിലെ ബാബുവേട്ടന്റെ മകളാണ് ശ്രവണ. എന്താ വേറെ വിശേഷങ്ങൾ പറയൂ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോ ഈ സിനിമ ഇറങ്ങി എന്നുള്ളതാണ്. കേരളത്തിൽ ഉടനീളം ചിത്രത്തിന്റെ പോസ്റ്റർ ഉണ്ട്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അഫ്കോഴ്സ് ടൈറ്റിലാണ്. ശരിക്കും എന്താണ് ഇതിന്റെ അർത്ഥം? കേരള പോലീസിന്റെ മോട്ടോ ആണ് മൃദുഭാവേ ദൃഢകൃത്യം. അപ്പോ ഞങ്ങൾക്കൊരു ഗുണമായത് എന്താന്ന് വെച്ചാൽ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മികച്ച സിനിമയിലെ ഒരു ഹിറ്റ് പാട്ടാണ് മൃദുഭാവേ ദൃഢകൃത്യം. അപ്പോ അത് ഇറങ്ങിയതിന് ശേഷം അപ്പൊ അങ്ങനെ ആ ഒരു പാട്ട് ഫെമിലിയർ ആയതുകൊണ്ട് കുറെ പേര് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു. പക്ഷെ അതിന് മുൻപ് ഷാജുൻ സാർ ഈ പേര് ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോ ഇതില് മൃദുവായ ഭാവത്തിൽ
ദൃഢമായിട്ട് കൃത്യം ചെയ്യുന്ന ഒരു നായകൻ. നായകൻ ചെയ്യുന്ന നായകൻ. അതെ, അദ്ദേഹത്തിന്റെ കഥയാണ്. ഞങ്ങളുടെ പ്രൊഡ്യൂസറായ വിജയശങ്കർ മേനോൻ സാറുടെ കഥ തന്നെയാണ്. പിന്നെ ആരൊക്കെയാ ഇതില് ഒത്തിരി പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ ഷാജൂൻ സാറാണ് നമ്മുടെ ഒരു ഗുരു. അദ്ദേഹത്തിന്റെ ഒപ്പം കുറെ ചെറിയ കുട്ടികൾ വന്ന പോലെയാണ്. ഇതിലെ നായകൻ സൂരജ് സൺ എന്ന് പറഞ്ഞ് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചേട്ടനാണ്. പിന്നെ ഒരുപാട് താരനിര തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങളെയൊക്കെ ഗൈഡ് ചെയ്യാനും ബ്ലെസ് ചെയ്യാനും സുരേഷ് കൃഷ്ണ സാർ ടുവേർഡ്സ് ദി എൻഡ് കിടിലൻ എൻട്രി ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും നന്നായിട്ട് സസ്പെൻസ്, ചെറിയൊരു സസ്പെൻസ് ഉണ്ട്. ശ്രവണയുടെ ചേട്ടൻ ഇങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ഒക്കെ ആയിട്ട് കറങ്ങി കിടക്കുകയാണ്. ശ്രവണയുടെ ഫസ്റ്റ് പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ചേട്ടൻ ദർശൻ എന്ന് പറയുന്നവൻ. അങ്ങനെ ഉണ്ടായിരുന്നു. രാജു സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ദർശനും നായികയായിട്ട് ശ്രവണയും ഒക്കെ അഭിനയിക്കുന്നു എന്ന് പറയുന്ന പടമായിരുന്നു തട്ടുമുറത്തച്ഛൻ എന്ന് പറയുന്നത്. തട്ടുമുറത്തച്ഛൻ നടക്കുമ്പോൾ കുഞ്ചാക്കോവൻ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ട് എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. നോക്കുമ്പം ശ്രവണ മയിൽപീലിക്കാവിന്റെ സെറ്റിൽ പോയിട്ട് ചാക്കോച്ചൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്, ചെറിയ കുട്ടിയായിട്ട് എന്നിട്ട് ഇപ്പൊ നായികയായിട്ട് വന്നിരിക്കുന്നത്. എന്നോട് ശ്രവണ ഞങ്ങൾ മേക്കപ്പ് റൂമിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടായിരുന്നു. ലൈക്ക് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന അവിടെ വെച്ച്. അപ്പം ആദ്യം തന്നെ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഷോ കാണാറുണ്ട് കേട്ടോ, ഞാൻ സ്ഥിരമായിട്ട് എല്ലാ സീസണും കാണാറുണ്ട്. ഒത്തിരി എനിക്ക് തോന്നുന്നു സ്റ്റാൻഡപ്പ് കോമഡി ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അത് നമ്മുടെ മലയാളത്തിലേക്ക് ഇത്തരം പരിപാടികളിലൂടെ ഒത്തിരി, ഇപ്പം നേരത്തെ ഒരു പെർഫോമൻസ് ഞാൻ ഇന്നലെയൊക്കെ ടി വിയിലിരുന്ന് കണ്ടു. അപ്പൊ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വരാനുള്ളൊരു വേദി ഒരുക്കിയതിന് ഇതിലെ എല്ലാവർക്കും, ഇതിന്റെ പിന്നിലുള്ള എല്ലാ മാസ്റ്റർ ബ്രെയിൻസിനും ഹ്യൂജ് കൺഗ്രാറ്റ്സ്. അപ്പോൾ നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് ശ്രവണെ ഇൻവൈറ്റിംഗ് ഓവർ ടു ദി സീറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. കുറച്ച് നേരം കാണില്ലേ? ഷുവർ, അടുത്ത എപ്പിസോഡിലുണ്ടാവും എന്തായാലും. യെസ്, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു, താങ്ക് യു. അസ്സലാമലൈക്കും. നല്ല മൊഞ്ചുള്ള പിള്ളേര്. നല്ലൊരു സലാമിരിക്കട്ടെ. ഞാനിത് എന്താണ് ഈ കാണുന്നത്? മാഷാഅല്ലാ, എന്ത് രസമാണിത്. താത്ത സ്വർണ്ണൊക്കെ മേടിച്ചോ? ഇത്രയധികം സ്വർണ്ണൊക്കെ മേടിച്ചോ? അതെ, പിഷാരടി ശമ്പളം തന്നു. ആണോ? രമേശ് ചേട്ടന്റെ ശമ്പളത്തിൽ ഇത്രയധികം സ്വർണ്ണം? നമ്മുടെ പറക്കാട്ട് ജ്വല്ലറിയുടെ. ഓ, കഴിഞ്ഞ പ്രാവശ്യം അവര് വന്നപ്പോ. അതെ തന്നെ. താത്ത ഡയറ്റ് ഒക്കെ പിടിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ എന്റെ പൊന്നുമോനെ, നമ്മളിങ്ങനെ ഈ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറെ കമ്പനിക്കാർ വരും. അത് ചെയ്യാ, ഇത് ചെയ്യാ, മറ്റേ സാധനം കുടിക്കുക, ഈ സാധനം കുടിക്കുക, തടി കുറയ്ക്കുക, അങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവരുടെ സാധനത്തിന് പരീക്ഷണ വസ്തുവായിട്ട് തീർന്നേക്കാണ് ഞാൻ. അങ്ങനെയാണ് ഇപ്പൊ നമ്മള് ജീവിതം വല്ലാത്തൊരു പരീക്ഷണമായി പോയി. ജീവിതം പണ്ടേ പരീക്ഷണമുള്ള വീരാനിക്കാനെ കെട്ടി അന്നും ഒരു പരീക്ഷണമുള്ളു. അപ്പൊ നമ്മുടെ ചിരി വണ്ടിയിൽ കയറാനായിട്ട് രണ്ടുപേരുടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. വിളിക്കട്ടെ? വിളിക്കേ. Let's welcome Bhavita Vinod Kumar from Kannur and Anjali Ravikumar from Tiruvalla. Hello. അപ്പൊ നമുക്ക് പുതിയതായിട്ട് വന്ന ആളിന് തുടങ്ങാം അല്ലേ? നമസ്കാരം. നമസ്കാരം. പേര് ബവിത. പേര് ബവിത വിനോദ് കുമാർ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാല് കല്യാണ പെണ്ണും അമ്മയും. അതെ, ഡയാന അമ്മയും, ഇത് കല്യാണ പെണ്ണും. അപ്പൊ ഞാനാ നിങ്ങള് കല്യാണം വിളിച്ചിട്ട് വന്ന അയലോക്കം വീട്ടിലുള്ള ആരുമാണ്? കല്യാണം തുടങ്ങിയപ്പോ ഒരു വീട്ടിൽ UK എന്ന് വന്ന പേരക്കുട്ടീനെ കൊണ്ട് വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഇരിട്ടി പ്രകൃതി കരിയർ ഗൈഡൻസിലെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നു. എന്താ കരിയർ എന്ത് പഠിപ്പിച്ചു കൊടുക്കും നിങ്ങള്? ഞാൻ കോപ്പറേറ്റീവ് ബാങ്ക് കോച്ചിങ്ങിന്റെ ഇൻചാർജ് ആണ്. നമുക്ക് അവിടെ ഒരു ജോലിയാക്കി കൊടുക്കാൻ പറ്റുമോ? താത്തക്ക് ഈ താത്തേനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ജീവിച്ചോണ്ടിരുന്നത് പണ്ട്. ആണോ? അതെ, ഞാന് 7ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ പ്രച്ഛന്നവേഷ മത്സരത്തില് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം പ്രച്ഛന്നവേഷം ചെയ്ത താത്തേനെ പോലത്തെ കദീശ കദീശ കടത്തൂറേക്കുള്ള ബസ് പോയാ ആടെ കുഞ്ഞുങ്ങളെ കളിയല്ലേ ഇന്ന് പൊരേല അസർപ്പ് പറഞ്ഞിന്. ഇങ്ങളറിയാ എന്റെ മോൻ അങ്ങ് ഖത്തറിൽ പോയിട്ട് 2 മാസായി. ഒരു കത്തോ വിവരോ ഒന്നുമില്ല. ഞാനിതാരോട് പറയൂ എന്റെ റബ്ബേ. എന്റെ
ഫസ്റ്റ് കിട്ടി. പറഞ്ഞോട്ടെ, എന്റെ കഞ്ഞിലിടാനുള്ള പാറ്റയും കൊണ്ട് കണ്ണൂരിൽ നിന്ന് വന്നേക്കാം. അയ്യോ, ഞാൻ മനസ്സാ വാച കർമ്മണ അങ്ങനെ ചെയ്യാത്ത ആളാണ്. ഈ 3 പേരെ ഞാൻ വിളിച്ചില്ലല്ലോ. ഇയാള് സ്കൂളിൽ പഠിക്കുമ്പോ എന്താ ചെയ്തത്? അതായത് എനിക്ക് ഒരു തരത്തിലുള്ള അങ്ങനെ കഴിവുകളില്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് തന്നെ പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ ഷോർട്ട് പുട്ട് ഇട്ടിട്ട് കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ 1 മാസം പ്രാക്ടീസ് ചെയ്ത് ഒരു തവണ ഷോർട്ട് പുട്ട് എറിയാൻ പോയിട്ടുണ്ട്. അതിന് എനിക്ക് 3rd കിട്ടിയിട്ടുണ്ട്. ഞാൻ ഷോർട്ട് പുട്ട് കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെയല്ല, ഈ ഷോർട്ട് പുട്ട് പ്രൈമറി വിഭാഗത്തിനും അപ്പർ പ്രൈമറി വിഭാഗത്തിനും 2 3.5 കിലോയുടെ കണ്ട ചെറിയ ഉണ്ട പ്രൈമറി വിഭാഗത്തിനും 8 കിലോയുടെ വലിയ ഇരിപ്പിന്റെ ഉണ്ട അപ്പർ പ്രൈമറി വിഭാഗത്തിനുമാണ്. അപ്പം ഞാനൊക്കെ പഠിക്കുമ്പോൾ നല്ല തോറ്റു പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ അങ്ങനെ സ്കൂളിൽ തോൽവികളൊന്നും ഇല്ലല്ലോ. അതായത് ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്റെ കൂടെ നമുക്ക് നല്ല ബഹുമാനം തോന്നുന്ന ചേച്ചിമാരൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. നല്ല വലിയ ചേച്ചിയൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ തോറ്റ് ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല. അന്നേരം പുള്ളിക്കാരത്തി ഈ സ്പോർട്സിനൊക്കെ അടിച്ചിടാൻ പറ്റിയല്ല. ക്ലാസ് ഇതല്ലേ, വലിയ കുഞ്ഞു പിള്ളേരുടെ ഹൈ ജമ്പ് ലോങ് ജമ്പ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കൂടെ ആര് ചാടി എത്താനാ. അങ്ങനെ നിൽക്കുമ്പോൾ ഡ്രില്ല് മാഷ് പറഞ്ഞ് ആ ഷോർട്ട് പുട്ട് ഒന്ന് എടുത്ത് എറിഞ്ഞ് നോക്കിയാൻ പറഞ്ഞു. ഇവള് നേരെ പോയിട്ട് ആ ചെറിയ UP വിഭാഗത്തിന് ഉണ്ടെടുത്ത് ഒറ്റ ഏറെറിഞ്ഞിട്ട് സ്കൂളിന്റെ മതിലും കടന്ന് അപ്പുറത്ത് ഒരാളുടെ ജാതിത്തോട്ടത്തിൽ ചെന്ന് വീണിട്ട് ഈ ഉണ്ട കാണാണ്ട് പോയി. എന്നിട്ട് ഞങ്ങള് പിള്ളേരൊക്കെ കൂടെ 2 ദിവസം തപ്പിട്ട ഉണ്ടയിട്ട് ചെയ്ത്. ഇനി നമുക്ക് ഇവരുടെ ബുദ്ധി ഇളക്കാം അല്ലേ? അപ്പൊ 3 സിനിമയുടെ കഥ നമ്മൾ ഒരുമിച്ച് ഒറ്റ കഥയാക്കി പറയും. അത് ഏതൊക്കെ സിനിമയാണെന്ന് നിങ്ങൾ പറയണം. ഇതാ ഇതിനകത്തേക്ക് നോക്കരുത്. ശരി, എന്നാ കേട്ടോ. തട്ടാൻ ഭാസ്കറിന് തൻ്റെ അയൽക്കാരിയും പണിക്കരുടെ മകളുമായ സ്നേഹലതയോട് അഗാധമായ പ്രണയമാണ്. എന്നാൽ കൗശലക്കാരിയായ സ്നേഹലത പ്രണയം നടിച്ച് 10 പവന്റെ മാല ഭാസ്കറിൽ നിന്നും സ്വന്തമാക്കി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നു. എന്നാൽ കല്യാണച്ചക്കൻ എത്താതിരുന്നതിനാൽ കല്യാണം മുടങ്ങുന്നു. നാട്ടുകാരുടെയും പള്ളിയിലച്ചൻ്റെയും നിർബന്ധത്തിൽ വീട്ടുകാർ ഇലക്ഷനിൽ ജയിച്ച് MLA ആയി വന്ന മാമച്ചനുമായി മകളുടെ വിവാഹം നടത്തുന്നു. കല്യാണ ചെറുക്കൻ്റെ തിരോധാനത്തിന് പിന്നിൽ മാമച്ചനാണെന്ന് മനസ്സിലാക്കിയ നായിക മാമച്ചനെ അടിക്കുന്നു. അങ്ങനെ അടിക്കാൻ കുപ്പി കാത്ത് കണ്ണിലെണ്ണ ഒഴിച്ചിരിക്കുന്ന വാസ്കോയുടെയും കൂട്ടരുടെയും അടുത്തേക്ക് ഒരു കുപ്പി മദ്യവുമായി എത്തുന്നു. കുപ്പി കൊണ്ടുവന്ന സന്തോഷത്തിൽ ഡാൻസ് കളിക്കുന്ന മുള്ളൻചന്ദ്രന്റെ കയ്യിൽ നിന്നും വീണ് കുപ്പി തകരുന്നു. ഞാൻ പറയാം. 2 സിനിമ എനിക്ക് കിട്ടി. ശരിയാന്നറിയല്ലേ? പറഞ്ഞോ. ഒന്ന് പൊന്മുട്ടേർന്ന താറാവ്, ആയിക്കോട്ടെ. ഒന്ന് വെള്ളി മൂങ്ങ, ആയിക്കോട്ടെ. ഒന്നേതാന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. അത് ഛോട്ടാ മുംബൈ ലാസ്റ്റ്. അത് ഛോട്ടാ മുംബൈ. അപ്പോൾ ഈ സെഗ്മെന്റ് കഴിയുമ്പോഴത്തേക്കും 2 ശരി ഉത്തരങ്ങൾ പറഞ്ഞത് വിവര ചേച്ചിയാണ്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് ചമ്പാട് എന്ന പ്രദേശത്ത് നിന്ന് ചോദാവൂർ ഹൈസ്കൂളിൻ്റെ അടുത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞ 4ാമത്തെ വീടാണ് എൻ്റെ. പിന്നെ എന്നെ ബവിമോളെ ബവിയേച്ചി എന്ന് വിളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയാൻ പോകുന്നത് പിള്ളേർ അച്ഛൻ്റെ പിന്നെ പ്രേമം, പ്യാർ, ലവ്, അതാണ് പറയാൻ പോകുന്നത്. ഓരേക്കാട്ട് പറയുന്നതിന് മുമ്പേ ഞാൻ എന്നെ പറ്റി പറയണ്ടേ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 1/2 ഡസൻ 1 ഫ്രീയാ മക്കള്. ഓരോ വീട്ടിലാണെങ്കിൽ 1 ഡസൻ 1 ഫ്രീ. ഞാൻ 6ാമത്തെ മോളാണെങ്കിൽ 12ാമത്തെ മോനാ. എൻ്റെ അമ്മ ഓരോ വിശേഷമാകുമ്പോഴേക്ക് അച്ചാച്ചൻ പറയൂ, ദേവി ഇനി നൃത്തമൊന്നും ചെയ്യറേ, ഒരാണ് വേണം. എന്താ അച്ഛന് കർമ്മം ചെയ്യാൻ ഒരാണ് വേണമെന്ന് പറഞ്ഞ് അമ്മ ഓരോ വിശേഷമാകുമ്പോഴത്തേക്കും ഇതാൺകുഞ്ഞ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആൺ കരുത്തുള്ള പെൺ സുന്ദരികളെയാണ് നമുക്ക് കിട്ടിയത്. അതിൽ 6ാമത്തെ മോളാണ് ഞാൻ. അങ്ങനെ ഞാൻ ഫൈനൽ BCom പഠിക്കുമ്പോൾ എന്നെ ആദ്യമായിട്ട് പെണ്ണുകാണാൻ വന്നത് വയനാട്ടിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറാ. നമ്മളെ കോട്ടയം കുഞ്ചത്ത് നിന്നുള്ള സിനിമയിലെ കുഞ്ചനെ പോലെ ഒരു ടിപ് ടോപ്പ് എല്ലാം ഇട്ടിട്ട് ഒരു ബെത്ത്. എന്നെ ഇഷ്ടപ്പെട്ടു. ഞാനൊരു നോട്ടേന്ന് നോക്കീന് നിലവിളക്കിൻ്റെ അടുത്ത് കരിവിളക്ക് വെച്ച പോലെ. ആ നോട്ടം കണ്ടേരെ ഓണപ്പാടങ്ങ് പോയി. 2 മാസം കഴിഞ്ഞേരെ പയ്യന്നൂരിൽ നിന്ന് ഒരു മാഷ് വന്ന്, സുരേഷ് മാഷ് വന്ന്, സുരേഷ് കുമാർ വന്ന്. വന്നപ്പോ എൻ്റെ അടുത്ത് ചോദിക്ക ബി.എഡ് ഉണ്ടോന്ന്. ഞാൻ B.Ed ആറ്റാ. ഞാൻ ലാലേട്ടൻ പറഞ്ഞ പോലെ BCom ഫസ്റ്റ് ക്ലാസ് ആണ്.
ബികോം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്. പിന്നെ അതും കഴിഞ്ഞ് ഓറും അങ്ങ് പോയി. അന്നേരം പിറ്റേന്ന് ഫോണ് വന്ന് ജാതകത്ത് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓറ് B.Ed നോക്കിയിട്ട് വന്നിയ, പെണ്ണിനെ നോക്കിയിട്ട് വന്നിയല്ല. അതും കഴിഞ്ഞ് 2 മാസം നമ്മൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേഗം പോവുക കമ്പ്യൂട്ടർ സെന്ററിലേക്കാ. ആടെ പോയാലോ ആടെ ഓറ് പറഞ്ഞ എൻ്റെ ഓടി പിന്നെ ഇങ്ങോട്ട് പെണ്ണ് കാണാൻ വന്നിട്ട്. ഞാൻ നോക്കുമ്പോ എൻ്റെ രമേശാട്ടാ ഓല കണ്ടപ്പോൾ ഞാനപ്പാട് കീഞ്ഞ് പാഞ്ഞ് ഞാൻ പറഞ്ഞ് എനിക്ക് 2 ഏച്ചിയുണ്ട്, 2 കൊല്ലം കഴിച്ച് എൻ്റെ മംഗലം കഴിക്കൂന്ന്. അത് കേട്ടപ്പാട് ഓറപ്പാട് അങ്ങ് പാഞ്ഞ്. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് എൻ്റെ ഏച്ചീൻ്റെ കല്യാണം കഴിഞ്ഞ്, ലസിയേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പന്തൽ വരെ കഴിച്ചിട്ടില്ലാന്ന്. അപ്പോഴത്തേക്ക് ഒരു 8:30 മണിക്കാണ് ഫോണ് വരുന്നത്. ഭവിതാനം അയക്കുവോ എന്നേരം അച്ഛൻ പറഞ്ഞ് ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് എന്നെ കല്യാണം കഴിക്കുക. നമ്മളന്നേരം പുറന്നിറങ്ങി നിൽക്കുന്ന മക്കൾ എല്ലാം തൊടത്തോടെയുള്ള മക്കളാണ്. എൻ്റെ അനിയത്തിണ്ട് ബാക്കിൽ. അപ്പോൾ ഓക്കൊന്ന് കൈമാറി കൊടുക്കണ്ടേ, ഓളെ പേര് ശിങ്കാരി എന്നാ. ഓക്കൊന്ന് കൈമാറി കൊടുക്കണ്ടേ? നിങ്ങൾ വന്നോളൂ എന്നറിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞേരാ 6 മണിക്ക് ഓറ് വന്ന്. ലാലേട്ടൻ്റെ ഹെയർ സ്റ്റൈലും സുന്ദരനും സുമുഖനുമായ ഓറ് സുശീലൻ എന്നെ കാണാൻ വന്ന്. സുശീലൻ നല്ല പേര് കേട്ടാ. വിനോദ് കുമാർ ട്രഡീഷണൽ ആർക്കിടെക്ചർ, വാസ്തു വിദ്വാൻ, വീട്ടിന് കുച്ചി അടിക്കുന്ന ആളക്കളെ. അങ്ങനെ ആ കുടിലിലെ മാണിക്യത്തെ കാണാൻ ഞാനാണേ അതാ കുടിലിലെ മാണിക്യം കേട്ടാ. ആ കുടിലിലെ മാണിക്യത്തെ കാണാൻ ഓറ് വന്ന് കോനായിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഓറിങ്ങനെ നോക്കി. നല്ല സ്റ്റൈലെല്ലാം ഉണ്ട് കാണാൻ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ മന്ദം വന്നു കഴിഞ്ഞ് ഓർക്ക് ചായ ഇങ്ങനെ കൊടുക്കുമ്പോ അവനോട് ചോദിക്കുക ഓറ് ഭവിതേ നിന്റെ പേരെന്നാന്ന്. 2 കൊല്ലം മുമ്പ് എന്നെ കണ്ടിട്ട് പേര് പരിചയമുള്ളതാ, എന്തെങ്കിലും ചോദിക്കണ്ടേ? പിന്നെ ഞാൻ പറഞ്ഞ് ഭവിത. ഭവിത കേക്കെന്ന് പറഞ്ഞ് ഞാൻ കേക്കെന്ന് പറയും ഫുള്ളായിട്ട് അങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ അതും കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞേരം വിവാഹ നിശ്ചയം കഴിഞ്ഞ് 20 ദിവസത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം. അപ്പോൾ 2005 നവംബർ 14 മംഗലം നിശ്ചയിച്ച്. അപ്പോൾ പിന്നെ നിശ്ചയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണ് വിളിക്കുമ്പോൾ ഭയങ്കര റൊമാൻസ് ഒക്കെ. ഞാൻ അതും പ്രതീക്ഷിച്ച ഓരോ ഫോൺ എടുക്കുക. അന്നത്തെ കാലത്ത് ഈ ലോയൻ ഫോണാണ് ഉള്ളത്. അപ്പം നമ്മൾ വേറെല്ലാം ചുറ്റിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് അപ്പോൾ ഭയങ്കര റൊമാൻസിലായിരുന്നു. ഞാൻ വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും പറയാലോ എന്നൊക്കെ വിചാരിച്ച് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും എന്താ പറയുന്നത്, സ്വീറ്റ് ഡ്രീംസ് ആൻഡ് ഗുഡ് നൈറ്റ്. ഇതല്ലാണ്ട് ഈ 18 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഇതല്ലാണ്ട് ഓർ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയും ഇങ്ങോട്ട് ഞാനൊന്ന് മാറ്റി പിടിക്കറുന്ന്. പക്ഷെ അധിക സ്വപ്നങ്ങളൊന്നും എനിക്ക് തന്നില്ല കേട്ടാ. അങ്ങനെ നമ്മളെ മംഗലം കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് മംഗലം കഴിഞ്ഞ് നവംബർ 14 മംഗലം കഴിഞ്ഞ് കാറിൽ ഇരുന്നപ്പോൾ ഒരു പാട്ട്, കാറിലും ആ പാട്ടേനും എൻ്റെ കല്യാണ കേസറ്റിലും ആ പാട്ടേനും. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെന്നാരോമൽ തുമ്പി. ഈ പാട്ടേനും ഞാൻ കരയുന്നുണ്ടേനു. പണ്ട് കാലത്ത് കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ കരഞ്ഞിട്ടാ പോവാ. ഇപ്പം അല്ലേ എല്ലാവരും ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടെല്ലാം പോന്നേ. അപ്പോൾ ഓറ് ഞാൻ കരയുന്ന കണ്ടിച്ച് എൻ്റെ കൈ മെല്ലെ ഒന്ന് പിടിച്ച് ആഹാ ഓഹോ ആഹാ. അപ്പം എൻ്റെ കരച്ചലങ്ങ് നിന്നിന് കേട്ടോ. അപ്പം ഈ കൈ പിടിക്കുമ്പോഴത്തേക്ക് കരച്ചലങ്ങ് നിന്നിന്. പിന്നെ ആടെ എത്തി ചെക്കൻ്റെ വീട്ടിലെത്തി, പുയ്യാപ്പിളൻ്റെ വീട്ടിൽ നമ്മളങ്ങ് എത്തി. വൈകുന്നേരം ഏതോ പുതിയണനും വിചാരിക്കും ശരിയാണ് ഇതെല്ലാം ഒന്ന് കഴിച്ചിട്ടിട്ട് ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയേനോ നമ്മളെല്ലാം ചിന്തിക്കാം. അങ്ങനെ 11 മണി അങ്ങനെ ആയരാ എൻ്റെ പെങ്ങള് പാലും കൊണ്ട് വന്ന്. ഞാൻ മന്ദം അങ്ങ് വന്ന് ചെല്ലുമ്പോൾ വടക്കോക്കി യന്ത്രത്തിലെ ശ്രീനിവാസനെ പോലെ ചുമരും അല്ല ജനലും തുറന്നിട്ട് ഇങ്ങനെ നോക്കുന്നൂറ് പുറത്തോട്ട് നോക്കുന്നു. ഞാൻ വരുന്നത് കാത്തു നിന്നിട്ട് എനിക്ക് അത് അന്നേരം ഓർമ്മ വന്ന്. ഞാനിങ്ങനെ ചെന്ന് പാലല്ലാടെ വെച്ച് ഓരോ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കുത്തിരിക്കുമ്പോ വല്ലാത്തൊരൊച്ച. ഇവിടെ എന്തെന്നായി ഒച്ച എന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ വെച്ച് പൊട്ടാസാറ്റം പൊട്ടുന്നല്ലേ മംഗലത്തിന് ഫസ്റ്റ് നൈറ്റ് എല്ലാം പൊട്ടാസ് പൊട്ടുമല്ല. പൊട്ടാസാറ്റം പൊട്ട് ഞാൻ ചോദിച്ചു ആദ്യം ഈ ഒച്ച നോക്ക് മാറ്റടിക്കുന്ന ഒച്ചയാക്കളെ ഇവരെ പടപടപടപടാന്നിട്ട് ഇടിക്കുന്നു. അപ്പോൾ എന്നോട് ഞാൻ ഫസ്റ്റ് നൈറ്റാ, എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റാ. ഈ പറച്ചിൽ കേട്ടാ വിചാരിക്കും ഞാൻ കുറേ നൈറ്റ് കഴിഞ്ഞിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞു ഞാനും ആദ്യമായിട്ട് ആക്കളെ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പോയിത്തലിരുന്ന് നമ്മൾ പാലെല്ലാം പാല് കുടിച്ച് കഴിഞ്ഞേരാ കുറേ പ്രസൻറ്റേഷൻ കിട്ടി, കുറേ സമ്മാനം കിട്ടൂല. അല്ല അങ്ങോട്ട് നീക്കി വെച്ച് ഒരു സമ്മാനം മാത്രം എടുത്തിട്ട് എൻ്റെ കൈ തന്ന് ഇത് നീ ഒന്ന് വായിച്ചു നോക്കുന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു കത്ത് ഞാനിങ്ങ് എടുത്തേ. അത് എടുത്തപ്പോൾ എന്നെ അന്ന് കമ്പ്യൂട്ടർ സെൻറ്ററിൽ കണ്ടില്ല ആദ്യമായിട്ട്. ആ കണ്ട സമയത്തുള്ള കത്ത് എഴുതി വെച്ചിനോറ് പറയാ ആ മുഖം ലാലേട്ടൻ്റെ ഡയലോഗാണ്. ആ ഡയലോഗല്ല കത്തിലെഴുതിന്. അപ്പോൾ ആ മുഖം എൻ്റെ ക്യാമറയ്ക്കുള്ളിലല്ല പതിഞ്ഞത്, എൻ്റെ മനസ്സിലാണ്, എൻ്റെ കണ്ണിലാണ്, എൻ്റെ ഹൃദയത്തിലാണ്.
എൻ്റെ സ്വപ്നങ്ങളെല്ലാം നിന്റെ മുഖം ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നു. നീ ഒരു ജീവിത സഖിയായിരുന്നെങ്കിൽ കുത്ത് കുത്ത് കുത്ത്. അപ്പൊ അതും കഴിഞ്ഞ് രണ്ടാമത്തെ കത്ത് ഞാൻ വായിച്ചു നോക്കുമ്പോ എന്നെ ഒരു കല്യാണത്തിന് കണ്ടിന് ഇവര്. കല്യാണത്തിന് കണ്ടേരോ പിന്നെ അടുക്കള അതിലൂട്ട് നമ്മൾ ചോറ് നിന്നിട്ട് അതിലൂട്ട് അങ്ങ് പാഞ്ഞിനേനു. അതിലൂട്ട് പായും ഇവർ എന്നെ ശൂശു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിന്, ആക്കിയിട്ട് വിളിച്ചിന്. നീ എന്തേ എന്നെ തിരിഞ്ഞു നോക്കാത്തത്? നീ ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ. ഞാനായിട്ടന്ന് തിരിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നാ ശരിക്ക് കണ്ണു മൂച്ചിട്ട് ഓറെ പേടിപ്പിച്ചിട്ട് ഓറെ പാട്ടിന് അങ്ങ് പറഞ്ഞു. ഞാൻ നോക്കിയില്ല കേട്ടോ, ഞാൻ അറിയല്ല സംഭവം, ഞാൻ അറിയല്ല. അതും കഴിഞ്ഞ് അങ്ങനെ കുറെ 5-6 കത്തുകൾ. അപ്പൊ കത്തെല്ലാം വായിച്ചോക്കുമ്പോ നമ്മൾ ഞായറാഴ്ച എപ്പോ പാനൂരെ പത്മ ടാക്കീസിലെ സിനിമ കാണുമ്പോ അദ്വൈത നിറ അയാൾ കഥ എഴുതുകയാണ്. പക്ഷേ എൻ്റെ സൂര്യപുത്രിക്ക് ഭരത ഇങ്ങനത്തെ സിനിമകളെല്ലാം കാണാൻ പോയരോ ഓറുണ്ട് എനക്കളെ ഈ സിനിമക്ക്. ഇത് ഞാൻ അറിയില്ല. നോക്കുമ്പോൾ ഓരോ സിനിമ കാണുന്നേരോ അതിനകത്ത് ഡയലോഗ് എടുത്തിട്ട് ഓറിങ്ങനെ കിട്ടിനും. അങ്ങനെ 1/2 മണിക്കൂറുണ്ട് ആ സിനിമയൊക്കെ കഴിഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രണയവർണ്ണങ്ങളിലെ ബിജു മേനോനെ പോലെ 2 വർഷം അയാൾ ഞാൻ അറിയാതെ സ്നേഹിച്ചത് കേട്ടാ. എന്നെ ഫോളോ ചെയ്തിട്ട് സ്നേഹിച്ച ഞാൻ അറിഞ്ഞിട്ടില്ല ഈ പ്രേമമൊന്നും. പ്രണയവർണ്ണങ്ങളിലെ ബിജു മേനോനെ പോലെ അങ്ങ് എന്നെ അറിയാതെ അങ്ങ് സ്നേഹിച്ച് അങ്ങനെ 18 വർഷം ഈ സ്നേഹിച്ചതിൻ്റെ ഇടക്ക് നഷ്ടമൊന്നുമില്ല കേട്ടാ. ലാഭയാ എനിക്കുള്ള എനിക്ക് 2 മക്കള്. അത് വിധു ഗോപാലൻ്റെ വിനുവിത. അപ്പോൾ ഈ പ്രണയ രഹസ്യം എൻ്റെ മക്കൾ പോലും അറിയല്ല കേട്ടാ. ഈ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് ഈ വൺസ് അപ്പോൺ എ ടൈം വേണ്ടി വന്ന്. ഇങ്ങളിത് ആരോടും പറയറേ, അല്ലെങ്കിൽ എനിക്കറിയാം ഇങ്ങളിത് ആരോടും പറയൂല. ഓ താങ്ക് യു, നമസ്കാരം. Yes, that was ബബിത വിനോദ് കുമാർ. അങ്ങനെ ഞങ്ങളെ കണ്ണൂർ ഭാഷയിലൊരു സ്റ്റാൻഡപ്പ് കേൾക്കാൻ പറ്റിയ രസമുണ്ടായിരുന്നു കേട്ടോ. ചില പാട്ടുകൾ നമുക്ക് അതിൻ്റെ വരികൾ കൊണ്ട് അങ്ങ് ഇഷ്ടപ്പെടും. അതിൻ്റെ വരികൾ നമ്മളെ വല്ലാതെ കണക്ട് ചെയ്യും. ചില അന്യഭാഷാ പാട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ വരികൾ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ ഈണം കൊണ്ട് നമുക്കങ്ങ് ഇഷ്ടപ്പെടും എന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഒരു 2-3 പെണ്ണ് കാണലുകൾ വന്നു, പെണ്ണ് കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, പോയി. അതിനുശേഷം ഒരാൾ വന്നു, കണ്ടു, അതിൽ 4 കത്തെഴുതി എന്നൊക്കെ പറയുന്ന വലിയ അങ്ങനെ എഴുതി വായിച്ചാലൊന്നും ചിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നാത്തൊരു സംഭവത്തെ ഈണം കൊണ്ടും താളം കൊണ്ടും അവതരണം കൊണ്ടും ഒക്കെ അങ്ങ് പറഞ്ഞ് തമാശയാക്കി ഗംഭീരമാക്കി പറഞ്ഞു. വളരെ നന്നായി, നല്ല രസമുണ്ടായിരുന്നു പറച്ചിലൊക്കെ കേട്ടാ. കവിത വളരെ എനർജറ്റിക് പെർഫോമൻസ്, വെരി എനർജറ്റിക്. മാത്രല്ല വളരെ നിഷ്കളങ്കതയോട് കൂടിയിട്ടാണ് ഇതെല്ലാം പറയണേന്ന് മനസ്സിലാവും. ഇങ്ങനെ തന്നെയാണോ ഭവിത ശരിക്കും? ഞാനൊരു കളിപ്പാട്ടമാണ് വീട്ടില്, ഒരു വെറൈറ്റി അമ്മയാണ് വീട്ടില്, പിന്നെ ഒരു വെറൈറ്റി ഒരു ഭാര്യയും കൂടിയാണ്. എന്തൊക്കെയാ വേറെ വെറൈറ്റീസ്? വെറൈറ്റീസ് എന്ന് പറഞ്ഞാല് മക്കളിപ്പോ പ്രോഗ്രസ് കാർഡോ പരീക്ഷ അങ്ങനെ എല്ലാം കൊണ്ടുവന്നാല് നമ്മള് എന്താ ആടുകള് പിന്നെ കുട്ടികൾ നല്ലോണം പഠിക്കുന്നില്ല, നിങ്ങൾ പഠിക്കാത്തെന്ന് ഞാൻ പറയലില്ല. ഞാൻ പറയും നിങ്ങൾ ഇത്രയും വാങ്ങിയില്ല, നിങ്ങൾ നല്ല മക്കൾ എന്നിട്ട് 2 ഉമ്മി അങ്ങ് കൊടുക്കും. കണ്ണൂക്കാരെന്ത് പറയുമ്പോഴും ഒരു പ്രത്യേക ഒരു 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 രസവും അതിൻ്റെ ഒരു നന്മയും എപ്പോഴും കാണാറുണ്ട്. അത് തീർച്ചയായിട്ടും ഭവിതയിലും ഉണ്ട്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. കുറച്ചും കൂടി ഒന്ന് ക്രിയേറ്റീവായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം വരാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാവും. ഗംഭീരം, സൂപ്പർ. ഓക്കെ, അസല ചിരിയാണ് മോളെ. നിന്റെ ചിരി എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കണ കാശ് ഒരു കുതിരപ്പവൻ അതിലിരിക്കട്ടെ. തുടങ്ങിയപ്പോൾ അവസാനം വരെ ഒരു കണ്ടിന്യൂസ് ചിരിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നല്ലേ. നല്ല രസമായിരുന്നു, നല്ല അടിപൊളി, നല്ല രസമായിരുന്നു. പിന്നെ ആ പ്രേമിച്ച് നടന്ന കെട്ടിയവരുണ്ടല്ലോ, അതിന് പുണ്യം ചെയ്യണം. അങ്ങനത്തെ ഒരാളെ കിട്ടാൻ വേണ്ടിട്ട് നമുക്കില്ലാതെ പോയത് അത് തന്നെയാണ്. ശരിക്കും പുണ്യം ചെയ്തിട്ട് കിട്ടിയത് തന്നെയാണ്. നല്ല ഭർത്താവ്, പാവാണ്, നല്ല ഭർത്താവാണ്. അതുപോലത്തെ ഒരു ഭർത്താവിന് ആർക്ക് കിട്ടൂല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ആ പാവം ഭർത്താവിന്റെ കുറ്റങ്ങൾ ഇവിടെ ഒന്ന് പറയണം കേട്ടാ. ഇല്ല, അങ്ങനെ കുറ്റമൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും നമ്മൾ പെട്ടെന്നൊരു ആവശ്യത്തിന് 2 കുറ്റം എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? കുറ്റം അങ്ങനെ ഞാൻ 10 വർത്താനം പറഞ്ഞാൽ ഒരു വർത്താനേ പറയൂ എൻ്റെ കൂടെ. അതുകൊണ്ട് പിന്നെന്ത് കുറ്റം ഉണ്ടാകുക? ഞാൻ കളവള പറഞ്ഞാലും ഓർക്കന്ത് ഇത് ഇങ്ങനെ വർത്താനം കേൾക്കാനാ ഇഷ്ടം. ഓറ് പറയൂലെന്നേ, ഓര് പറയും കടക്ക പുറത്തുനിന്ന്, അത് മാത്രം. അത് നമ്മളെ ഓറില്ലേ. ചേച്ചി ഫസ്റ്റ് തന്നെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. എനിക്കിവിടെ ചിരിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങി. ഒത്തിരി നന്നായിട്ടുണ്ട്. ഫുൾ ടൈം ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷം. വലിയ നിലയിൽ ഒരു ആർട്ടിസ്റ്റൊക്കെ ആവട്ടെ. കാരണം ചേച്ചിക്ക് നല്ല മുഖശ്രീയും ഉണ്ട്. അപ്പോൾ
ഇങ്ങനെയാണോ ചേട്ടൻ സംസാരിക്കുമ്പോ തുടക്കത്തിലൊക്കെ പെരുമാറാറ് ഈ നാളെ? ഞാൻ ഇങ്ങനെ എല്ലാം പറയൂ, കളിക്കൂ ചിരിക്കൂ എല്ലാം ചെയ്യും. ഞാനൊരു കളിപ്പാട്ടാന്ന് പറഞ്ഞില്ലേ, ഓക്കെ. അതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാ റോഡായാലും അങ്ങനെ തന്നെയാ. ഇപ്പൊ മറ്റുള്ളവരെ ഞാനൊക്കെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും മറ്റുള്ളവര് എൻ്റെ വർത്താനം കേട്ടിട്ട് ഓല് ചിരിക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാക്സിമം ഓരോ ഇങ്ങനെ ചിരിപ്പിക്കുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓൾ ദി വെരി ബെസ്റ്റ്. വലിയ നിലയിൽ എത്തട്ടെ ചേച്ചി. അപ്പൊ നമ്മള് 7ാം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിന് ഒരുപാട് നന്ദി അറിയിക്കണം കേട്ടാ. ഒരു കാരണം നമ്മൾ ഇവിടെ എത്തിയേ. അല്ല ഒരു ഹായ് പറയണേ. പിന്നെ ഇരിട്ടി പ്രകൃതി കരിയർ ഗൈഡൻസിന്റെ എല്ലാ ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ എറണാകുളത്ത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നൊന്ന് പറഞ്ഞു അവരോട് പറയണം, ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറയണം. ഞാനും അഭിനയം എന്ന് പറഞ്ഞാൽ അഭിലാഷ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയാ. അപ്പൊ ഞാനിങ്ങനെ അതിനകത്ത് പരിപാടി എല്ലാം അവതരിപ്പിക്കുമ്പോ എന്നോട് ഓൻ പറയൂ, അഭി എന്റെ കളിക്കൂട്ടുകാരനാ, ഭവിത ഇവിടെ ഒന്നും എത്തണ്ടിയല്ല, എവിടെയല്ലോ എത്തണ്ടി, നമുക്ക് എത്താ ശരിയാക്കാന്നല്ല ഓൻ അന്ന് പറഞ്ഞ വാക്ക് ഇന്ന് ഇവിടെ സഫലമായി. അഡ്മിന്റെ പേരെന്താന്ന് പറഞ്ഞ? അഭിലാഷ് ഗോൾഡൻ പാലസ് കല്ലിക്കണ്ടി. അവൻ ആ ഗ്രൂപ്പിലെ പ്രോബ്ലം തീർക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത പെർഫോമറെ ക്ഷണിക്കുന്നു. ലെറ്റ്സ് വെൽക്കം അഞ്ജലി രവികുമാർ ഫ്രം തിരുവല്ല. സാധാരണ ഒരാൾ പ്രേതത്തിനെ കണ്ട അയ്യോ എന്ന് പറയും. എൻ്റെ അമ്മ പ്രേതത്തിനെ കണ്ടാ പറയും, എടി കൊച്ചേ ആ മുടിയൊന്നും നിനക്ക് വാരി കെട്ടി വെച്ചുകൂടെ. കഴിഞ്ഞ തവണത്തെ എൻ്റെ സ്റ്റാൻഡപ്പ് കണ്ടിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു സ്ക്രിപ്റ്റ് പോരാ കൗണ്ടർ കൂട്ടണമെന്ന്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞത് മുടി പോരാ എണ്ണ തേക്കണം എന്ന്. ഇങ്ങനെ അമ്മ പറഞ്ഞാണ് അച്ഛൻ തലയിലെല്ലാം കൂടെ വാരിക്കോരി എണ്ണ തേച്ച് പുള്ളിക്ക് കൊളസ്ട്രോൾ പിടിച്ചതെന്നാണ് എൻ്റെ സംശയം. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വളരുന്നൊരു പ്രശ്നമാണ് മുടി എന്നുള്ളത് കൊണ്ട് ഞാൻ കരുതി ഇന്ന് മുടിയെപ്പറ്റി സംസാരിക്കാമെന്ന്. ബഹുജനം പലവിധം എന്നാണല്ലോ, എൻ്റെ അമ്മായി ഒരുവിധമാണ്. പുള്ളിക്കാരുടെ പ്രത്യേക കഴിവ് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ മുടി നോക്കിയിട്ട് അവരുടെ വിവരങ്ങൾ പറയാന്നുള്ളതാണ്. കുറച്ച് ദിവസം മുന്നേ ഞങ്ങളിങ്ങനെ നടന്നു പോവാ, പെട്ടെന്നൊരു വെറൈറ്റി ഹെയർ സ്റ്റൈലുള്ള ചെക്കനെ കണ്ടു. ഉടനെ അമ്മായി, തെക്കേലെ പ്രഭാകരന്റെ മോൻ, 22 വയസ്സ്, ജോലി കഞ്ചാവ് ഡീലർ, ആധാർ കാർഡൊക്കെ എണീറ്റെന്ന്. അപ്പൊ നാണെന്നോ പൊട്ടനാ? മുല്ലപ്പെരിയാർ വെള്ളത്തിനേക്കാൾ വലിയ വിഷയമാണ് ഞങ്ങളുടെ വീട്ടില് ബാംഗ്ലൂരിലെ വെള്ളം. എൻ്റെ ചേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഉടനെ അമ്മ പറയും, മോനെ നിന്റെ മുടിയൊക്കെ ബാംഗ്ലൂരിലെ വെള്ളം തിന്നല്ലോടാന്ന്. അല്ലാതെ ഇവന് 10-34 വയസ്സായിട്ടല്ല. ഇവനാണെങ്കിൽ ബാംഗ്ലൂർ പോയാൽ പിന്നെ കേരളത്തിൽ വരുന്നിടം വരെ പുളി പോയിട്ട് പല്ല് തേപ്പ് പോലും ഇല്ല. ഈ അമ്മ പറയുന്ന പഴിയെല്ലാം കേട്ട് ബാംഗ്ലൂരിലെ വെള്ളം ഇപ്പൊ തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കുന്നെന്നാ അറിഞ്ഞ്. പിന്നെ കൊറോണ കാലത്താണല്ലോ ഒട്ടുമിക്ക ആൾക്കാരും മുടി സംബന്ധമായിട്ടുള്ള എക്സ്പെരിമെന്റുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. മുടി നീട്ടി വളർത്തുക, മൊട്ടയടിക്കുക, വെട്ടാൻ പഠിക്കുക. അപ്പൊ എൻ്റെ ചേട്ടനും ഇതുപോലെ മുടി ആ സമയത്ത് നീട്ടി വളർത്തിയായിരുന്നു. എന്നിട്ട് ഇവൻ എല്ലാ ദിവസവും ഒരു 7-7:30 ആകുമ്പോൾ പാല് മേടിക്കാന്നും പറഞ്ഞു പോവും. പിന്നെ ഞങ്ങൾ അറിയുന്നത് മുക്കില് വൻ കോഴിശല്യം, ചേട്ടന്മാരുടെ ശല്യം. എന്താന്നോ, ഇവൻ MS ധോനിയെ ഉദ്ദേശിച്ചാണ് മുടി വളർത്തിയതെങ്കിൽ ഇവര് കരുതിയത് ഇതേതോ MS ധ്വനിയാണെന്ന്. ഇവന്റെ ഇടതൂർന്ന കേശഭാരവും മാസ്ക് ഇട്ട മുഖവും എല്ലാം കൂടെ കണ്ടപ്പം അവരെയും തെറ്റു പറയാൻ പറ്റൂല. എന്തായാലും ഇതോടെ അവൻ മുടി വെട്ടി കളഞ്ഞു. പിന്നെ മൈ ഹെയർ മൈ ഐഡന്റിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മുടി കളർ അടിച്ചു. സാധാരണ ആൾക്കാർ മഞ്ഞയും ചുവപ്പൊക്കെ അടിക്കുമ്പം ഇവൻ അടിച്ചത് വെളുപ്പ്. പിന്നെ കുറേ കാലത്തേക്ക് തലമൂത്ത ആളുടെ അഭിപ്രായം എന്തെങ്കിലും വേണോന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഇവനോടായിരുന്നു. പിന്നെ മുടിയെപ്പറ്റി പറയുന്നത് കൊണ്ട് മാത്രം കഷണ്ടിയെ പറ്റി പറയണമല്ലോ. എൻ്റെ ഒരു അമ്മാവനുണ്ട്. 2018 വെള്ളപ്പൊക്ക സമയം എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ വെള്ളം കയറി വരരുതെന്ന്. അമ്മാവൻ പ്രാർത്ഥിച്ചത് നെറ്റി കയറി വരരുതെന്ന്. അന്ന് ഞാൻ വിചാരിച്ചു അമ്മാവിന് ജീവനേക്കാളും പ്രേമം മുടിയോടാണെന്ന്. പക്ഷെ ഇതേ മുടി ചോറിലോ നിലത്തോ കിടക്കുന്ന കണ്ട അമ്മാവൻ മുടിയെന്നർത്ഥം വരുന്ന മറ്റു ചില വാക്കുകളും പറയുന്നത് കേൾക്കാം. എന്തായാലും വെള്ളം കയറി വന്നതുപോലെ അമ്മാവിന്റെ നെറ്റിയും കയറി വന്നു. പെട്ടെന്ന് പുള്ളിക്കൊരു തിരിച്ചറിവ് വന്നു. 3-4 മുടി ഉണ്ടെങ്കിലേ കഷണ്ടിന്ന് വിളിക്കുള്ളൂ, എന്നാ പിന്നെ മൊട്ടയടിച്ചേക്കാം. ഇപ്പൊ പുള്ളി സ്കൂട്ടർ എടുത്തുകൊണ്ട് വെളിയിൽ പോയാൽ AI ക്യാമറ പോലും ചലാൻ അടിക്കാറില്ല. കാരണം അത് വിചാരിക്കുന്നത് ഏതോ വില കൂടിയ ഹെൽമെറ്റ് ആണെന്ന്. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മുടി പ്രശ്നമെന്ന്. പെണ്ണുങ്ങൾ മുടിയെ കാണുന്നത് ചില ആണുങ്ങൾ ഭാര്യമാരെ കാണുന്ന പോലെയാ. അവനവൻ്റെക്കാളും ഇഷ്ടം മറ്റുള്ളവരുടെയാ. ചുരുണ്ട മുടിയുള്ളവർക്ക് നീളം മുടി,
കോലമുടിയാണെങ്കിൽ ചെറിയ മുടി, അങ്ങനെ അങ്ങനെ. അപ്പോൾ പിന്നെ ഈ മുടിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിലുണ്ടല്ലോ, സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. ഇവിടം വരെയാണ് 2000, തോള് വരെയാണ് 4000, മുട്ട വരെയാണ് 6000 പ്ലസ് 18% GST എല്ലാം കൂടെ കൂട്ടി വരുമ്പോണ്ടല്ലോ കൊച്ചിയിലൊരു ഫ്ലാറ്റ് മേടിക്കുന്ന ലാഭം EMI അടഞ്ഞു നോക്കോളും. ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ അമ്മ ചോദിക്കും, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് മുടിയാൽ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്? ഞങ്ങളുടെ ജനറേഷനെ കണ്ടിട്ടില്ലേ, നാച്ചുറൽ ബ്രൂട്ടിയാണ്. ഇത് നാച്ചുറൽ ബ്രൂട്ടിയുടെ ഒന്നല്ല. ഇതിന്റെ ഈ മുടിയെ ചെയ്യുന്ന സംഭവങ്ങളുടെയൊക്കെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, കെരാറ്റിൻ, ജെലാറ്റിൻ, ബോട്ടോക്സ്, അയൺ ബോക്സ്. അപ്പോൾ ഇതൊക്കെ പറയണമെങ്കിൽ 2 ഡിഗ്രി വേണം. അതുകൊണ്ടാണ് ഞാൻ എഴുതിക്കൊണ്ട് വന്നത്. ഞാനൊരു ദിവസം വീട്ടിൽ പറഞ്ഞു എനിക്ക് കെരാറ്റിൻ ചെയ്യണമെന്ന് മുടിയിൽ. സാധാരണത്തിൽ വിപരീതമായിട്ട് എനിക്ക് വലിയ അവരാരും വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. ഇവർ മനസ്സ് മാറുന്നതിന് മുന്നേ പോയേക്കാന്ന് പറഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങിയതും ഒരു പിൻവിളി, അമ്മമ്മ പറയുക, മോളെ കെരാറ്റിനും ഗ്ലൂക്കോസും ഒക്കെ ചെയ്യാനാണെങ്കിൽ നാളെ രാവിലെ വെറും വയറ്റിൽ പോയാൽ പോരായോ എന്ന്. ഏതാ പുള്ളിക്കാരി വിചാരിച്ചത് ഇതേതോ ബ്ലഡ് ടെസ്റ്റ് ആണെന്നാ. എന്നാൽ തൊല്ലയൊന്നും വേണ്ട, മുടിയങ്ങ് മുറിച്ച് കളയാന്ന് വിചാരിച്ചാലോ, ഒന്നുകിൽ ബാർബറിൻ്റെ അടുക്ക പോകണം. ബാർബറിൻ്റെ അടുക്ക പോയാൽ പുള്ളി നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് വരെ പറയിക്കും. എനിക്ക് തോന്നിയിട്ടുണ്ട് ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി എങ്ങാനും കൃത്യനിർവഹണത്തിന് ശേഷം ഒരു ബാർബറിൻ്റെ അടുക്ക പോയിരുന്നെങ്കിൽ ഓഗസ്റ്റ് 2-ാം തീയതി എവിടെ പോയി, എന്തൊക്കെ ചെയ്തു, ആരോടൊക്കെ സംസാരിച്ചു, അങ്ങനെ ചോദിച്ചാൽ അന്ന് തന്നെ പോലീസും ബുക്ക് ചെയ്യാൻ. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സലൂണാണ്. അവിടെ പോകുന്ന ഡോക്ടറിനെ കാണാൻ പോകുന്ന പോലെ ആദ്യം നമ്മൾ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യണം. ജൂനിയർ സ്റ്റൈലിസ്റ്റ് വേണോ സീനിയർ സ്റ്റൈലിസ്റ്റ് വേണോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കണം. എന്നിട്ട് ഒരാൾ കോട്ടിട്ടുകൊണ്ട് വരും നമ്മുടെ മുടിയുടെ ഡയഗ്നോസിസ് പറയാനായിട്ട്. ഈ മുടി കൊണ്ടാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത്? എത്രയും പെട്ടെന്ന് ഒരു 6 മാസത്തെ സ്പാ ട്രീറ്റ്മെന്റ് എടുത്തോ. അത് കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാൻ പറ്റൂ. ഇവരുടെ ഈ ടോണും പറച്ചിലിന്റെ രീതിയെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ അകത്തൊരു ആളല് വരും. പിന്നെ നമ്മൾ ആരെ പണയം വെച്ചിട്ടാണെങ്കിലും അവിടെയുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചോണ്ടേ വെളിയിലും ഇറങ്ങുള്ളൂ. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിൽ മാത്രം അന്നും ഇന്നും എന്നും നമ്മുടെ മുടിയുടെ പ്രാധാന്യം ഒരുപോലെ നിൽക്കുന്നു, പ്രണയങ്ങളിൽ. പണ്ടൊക്കെ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയ അവർ വളരെ കാവ്യാത്മകമായിട്ട് പറയും, ഒരു പുഷ്പം മാത്രം എൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ എന്നൊക്കെ. ഇപ്പോഴത്തെ പെൺപിള്ളാരോട് അങ്ങനെ പറഞ്ഞാൽ അവര് പറയും, ചേട്ടാ ഒടുവിൽ ഞാൻ എത്തുന്നിടം വരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട, ചേട്ടന് സൗകര്യമുള്ളപ്പോൾ ചൂടിച്ചോളാൻ. അഞ്ജലി നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഈ മുടി കൊഴിച്ചിൽ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഒരു വലിയ ക്രൈസിസ് ആണ്. നല്ല മനോഹരമായിട്ട് നല്ല കൗണ്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പെർഫോം ചെയ്തു. സൂപ്പർ. നമുക്കിനി ചോദിക്കാം, രമേശ് ചേട്ടാ. വളരെ നന്നായിരുന്നു, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ല സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയകൾ മുഴുവൻ പിടിച്ച് വളരെ ഗംഭീരമായിട്ട് താൻ തന്നെ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആണോ ഇത്? നല്ല സ്ക്രിപ്ഷൻസ് ഉണ്ട് കേട്ടോ തനിക്ക്, നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്. താൻ ഒരു വിഷയം എടുത്ത് അതിന് വഴി തെറ്റാതെ അതുമേ തന്നെ പിടിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും എടുത്ത് പറഞ്ഞു. എനിക്ക് ആകെ തൻ്റെ നല്ല സ്ക്രിപ്റ്റ്, ഇതിൻ്റെ പറച്ചിലിൻ്റെ രീതി താൻ വളരെ കുഴപ്പമല്ല. എങ്കിലും ഒരു മത്സരത്തിൽ വന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആളെ പിടിക്കുക എന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ നമ്മുടെ. നിങ്ങൾ വേണേ കേൾക്ക്, ഞാനിവിടെ നിന്ന് തമാശ പറയും എന്ന് പറയുന്ന പോലെ ചിലത് പറയുന്നത്, നമുക്ക് കേൾക്കാൻ കൊതി ഉള്ളത് കൊണ്ട് നമ്മളിരുന്ന് അങ്ങ് കേൾക്കുന്നു. അങ്ങനെ ഒരു സാധനമുണ്ട്. ഇങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല, അത് നിങ്ങളുടെ ശൈലി അതാണ്, അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു മത്സരം, കൂടെ വരുന്ന ആള്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനെ ഭംഗിയായിട്ട് വിളമ്പിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഗംഭീര സ്ക്രിപ്റ്റാണ്, വളരെ നന്നായിരുന്നു. അഞ്ജലി, വെരി ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. വളരെ രസകരമായിട്ട് കാച്ചി കുറുക്കി വേണ്ടത് മാത്രം പറഞ്ഞിട്ട് വളരെ ഷോർട്ടാക്കി ടു ദ പോയിന്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഗംഭീര സ്ക്രിപ്റ്റ് ആയിരുന്നു അഞ്ജലിയുടെ. ഇത് ഒറ്റയ്ക്ക് എഴുതിയതാണെങ്കിൽ ഇനിയും 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 ഒരുപാട് ഒറ്റയ്ക്ക് എഴുതണം, അത്രയും ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ കുട്ടിയുടെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിയർത്തിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുളിർക്കാറ്റ് കൊള്ളുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഫീൽ ചെയ്ത്. ഇങ്ങനെ കുളിർക്കാറ്റ് കൊള്ളുന്ന ആ സമയത്ത് സുനാമി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല. എന്നൊരു കുളിർക്കാറ്റിന് നമുക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ഈ തമാശ വരും, കയ്യടി വരുമെന്ന് പ്രതീക്ഷിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് ആ ടൈമിങ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് നന്നായിരുന്നു. കാരണം ചില ആൾക്കാർക്ക് അതറിയില്ല. ഫ്ലോറിൽ വന്നിട്ട് ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ പെർഫോം ചെയ്യുന്ന ആൾക്കാർ അത് തമാശയാണ് പറഞ്ഞു പോകും. ഈ ആൾക്കാർ കൈയടിക്കുന്ന സമയത്ത് പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അത് ഒരു ടൈമിങ് ഇട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നന്നായിരുന്നു.
ആദ്യം തന്നെ ഇപ്പോഴത്തെ ഏറ്റവും യങ്സ്റ്റേഴ്സിന്റെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കായ മുടിയെടുത്തതിന് ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. കാരണം എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. രജനി ചേച്ചി, ഞാൻ ഇന്ന് രാവിലെ 4 മണിക്ക് എണീറ്റ് ഷാമ്പൂ ഇട്ടിട്ടാണ് ഈ അവസ്ഥയിൽ ഇരിക്കണത്. സത്യം പറഞ്ഞാൽ ഇവിടെ നേരത്തെ എത്തണം എന്നൊക്കെ പറഞ്ഞ് സാധാരണഗതിക്ക് രാവിലെ തല കുളിക്കാറില്ല. ഇത്രയും മനോഹരമായിട്ട് യങ്സ്റ്റേഴ്സ് പ്രസന്റ് ചെയ്ത രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടിപൊളിയാവട്ടെ. വി ആർ ലൈക്ക് വെയിറ്റിംഗ് ഫോർ യുവർ ഗ്രോത്ത്. ഓൾ ദി ബെസ്റ്റ്. ശരി, ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്നറിയാം. മൂവിംഗ് ഓവർ ടു ദെയർ മാർക്സ്. രമേശ് ഏട്ടാ. ഭവിതയ്ക്ക് 50-ൽ 46. രചന. ഭവിതയ്ക്ക് എൻ്റെ വക 50-ൽ 46. അപ്പൊ ടോട്ടൽ 100-ൽ 92 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം ഗോൾഡൻ എൻട്രി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. ഇനി അഞ്ജലിയുടെ മാർക്സ്. അഞ്ജലിയുടെ കുറച്ചുകൂടെ സ്ക്രിപ്റ്റ് വൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അഞ്ജലിയുടെ അവതരണം കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഞ്ജലിക്ക് 47. അഞ്ജലി 47. യെസ്, സോ ടോട്ടൽ 94. 100-ൽ 94 മാർക്സ് ലഭിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. വീണ്ടും അഞ്ജലിക്കും ഗോൾഡൻ എൻട്രി. അപ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഇസ് അഞ്ജലി രവികുമാർ. സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. നമുക്കറിയാം Once Upon a Time സീസൺ 4 is exclusively for ladies. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ funsupon-a-time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന വാട്സാപ്പിലേക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ആൻഡ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരേക്കും ബൈ.